ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോക്കീസ് അഗ്രി വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ചെറിയച്ഛൻ്റെ ഒരു റബ്ബർ തോട്ടമുണ്ട്. അപ്പോൾ ആ തോട്ടത്തിൽ ഒരു പ്രത്യേക തരം കല്ല് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കല്ലിനെ ലാവ വീണ കല്ല്, ഉൽക്ക വന്ന് പതിച്ചപ്പോൾ തെറിച്ചു പോയ കല്ലുകൾ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കല്ലിന് എന്തെങ്കിലും മൂല്യമുണ്ടോ, എന്താണ് ആ കല്ലിൻ്റെ മൂല്യം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ ആ ഒരു കല്ലിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കല്ലിനെ പോയി പരിചയപ്പെടാം. ഈ കാണുന്നതാണ് ആ ഒരു ഇനത്തിൽപ്പെട്ട കല്ല്. കണ്ടില്ലേ? ഇത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് എന്തോ ഒരു പദാർത്ഥം ഉരുകി ഒലിച്ച് ഒട്ടിയതുപോലെയാണ് ഈ ഒരു കല്ലിൻ്റെ ഷേപ്പ്. അതുപോലെ തന്നെ ഒരുപാട് കല്ലുകൾ ഈ തോട്ടത്തിലുണ്ട്. അപ്പോൾ നമുക്ക് അതാദ്യം കുറച്ചൊന്ന് ശേഖരിച്ച് നോക്കാം. ഇത് കണ്ടില്ലേ? ഈ ഒരു ഭാഗത്ത് അങ്ങനത്തെ കല്ല് ഒരുപാടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ശേഖരിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി വയ്ക്കാം. അങ്ങനെ വലുതും ചെറുതുമായി പല രൂപത്തിലും പല ഷേപ്പിലുള്ള ഒരുപാട് കല്ലുകൾ ഞാനിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഈ ഒരു കല്ലിനെയൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു സാധാരണ കല്ല് പോലെ അല്ല ഇതുള്ളത്. ഇതെന്തോ ഒരു പദാർത്ഥം ഉരുകി ഒലിച്ച് ഒട്ടിയ പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പും ഭാവമൊക്കെ ഉള്ളത്. ഈ ഒരു കല്ലിനെ കുറിച്ച് പലരും പല അഭിപ്രായമായിട്ടാണ് പറയണത്. ഇത് ഉലുക്ക വന്ന് വീണതാണ്, അതുപോലെ ലാവയാണിത്, അങ്ങനെയൊക്കെ പല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ ഈ കല്ലിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്തേ. അപ്പോൾ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ അതിൽ പറയണത് ഈ ഒരു കല്ലിൽ ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്, ഇരുമ്പ് ഉരുകി ഒലിച്ച കല്ലാണിത്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള സ്ഥലത്താണ് ഈ ഒരു കല്ല് കാണപ്പെടുക. അപ്പോൾ മെറ്റൽ ഡിറ്റക്ടറൊക്കെ ഉപയോഗിച്ചാൽ ഈ ഒരു കല്ല് ഡിറ്റക്റ്റ് ചെയ്യുമെന്നാണ് പറയണത്. ഈ ഒരു കല്ല് കണ്ടില്ലേ? ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ? ഒരു അമ്മയും മോനും നിൽക്കണ പോലെ തോന്നണല്ലേ? അതുപോലെ ഈ ഒരു കല്ലിന് ഒരു ആനയുടെ തലേൻ്റെ ഒരു ഷേപ്പ് പോലെ ഉണ്ട്. ഇത് തലഭാഗം, ഇത് തുമ്പിക്കൈ, അങ്ങനെയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. ഈ ഒരു കല്ലിന് ചെറിയൊരു സർപ്പത്തിൻ്റെ ഒരു രൂപമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലുള്ള കല്ലുകളായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിന്ന് കുറച്ച് കല്ലെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്ന് കഴുകി വെക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ ലാവാക്കല്ല് ഇത് അവിടെ കുറച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടേ. കണ്ടില്ലേ? അപ്പോൾ അത് കഴുകിയപ്പോൾ അത് നല്ല കറുത്ത കളറാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഈ ഒരു കല്ല് പിന്നെ പായലും പൂപ്പലൊക്കെ പിടിച്ച് ഈ ഒരു കളർ ഇങ്ങനെ ആയിപ്പോയി. അപ്പോൾ അത് എത്ര കഴുകിയിട്ടും വൃത്തിയാവണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാവാക്കല്ലിൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.